ഇടുക്കി ജില്ലയിൽ പാലാഴി തീർക്കാൻ ശേഷിയുണ്ടായിരുന്ന കാർഷിക ഗ്രാമങ്ങളിലൊന്നാണ് ഇളംദേശം ബ്ലോക്കിലെ ആലക്കോട്. പശുക്കളോടുള്ള സ്നേഹം രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കർഷകരും ഇവിടെയുണ്ട്. എന്നിട്ടും ആലക്കോട്ടെ പശു വളർത്തൽ പാതി വഴിയിൽ ഇടറി നിൽക്കുകയായിരുന്നു. ഇവിടേക്കാണ് ഒരു അതിഥിയായി ജോണി മാങ്കൂട്ടം എന്ന ക്ഷീരകർഷകന്റെ കടന്നുവരവ്. ഒരു പരീക്ഷണം എന്ന നിലയിൽ 12 പശുക്കളുമായിട്ടാണ് തുടക്കം ഒട്ടും മോശമായില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. മാത്രമല്ല, തൊഴുത്ത് വിപുലീകരിക്കാനുള്ള പ്രപ്പോസലും കൃഷിഭവന് നൽകി കഴിഞ്ഞു. ക്ഷീരകർഷകർ പ്രതിസന്ധികൾ നേരിടുന്നു എന്ന് പറയുന്നിടത്തേക്കാണ് ജോണിയുടെ കടന്നുവരവ്. മാത്രമല്ല, ക്ഷീരമേഖല ഒരിക്കലും നഷ്ടമല്ല എന്ന് തെളിയിക്കുകയും ചെയ്യുന്നു. HFും ജേഴ്സിയുമായി ഇപ്പോൾ 12 പശുക്കളുണ്ടെങ്കിലും 9 എണ്ണത്തിന് മാത്രമാണ് ഇപ്പോൾ കറവയുള്ളത്. ബാക്കി 3 പശുക്കൾ ഏത് സമയത്തും പ്രസവിക്കാവുന്ന അവസ്ഥയിലുമാണ്. തുടക്കമായതുകൊണ്ട് തന്നെ ഹൈടെക് തൊഴുത്തൊന്നുമല്ല ഇപ്പോൾ ഇവിടെയുള്ളത്. എന്നാലും കാറ്റുകൊള്ളിക്കാൻ ഫാനും തറയിൽ റബ്ബർ ഷീറ്റും ഒക്കെ ഇട്ടിരിക്കുന്നു. പാലിൻ്റെ കാര്യത്തിൽ ഇന്ന് കേരളം സ്വയം പര്യാപ്തതയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേർ കന്നുകാലി വളർത്തൽ സംരംഭത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ വർഗഗുണം മെച്ചപ്പെടുത്തിക്കൊണ്ടും ശാസ്ത്രീയമായ രീതിയിൽ തീറ്റ ക്രമീകരിച്ചുകൊണ്ടുമാണ് ഇതിനെ നമുക്ക് ഒരു ലാഭകരമായ തൊഴിലാക്കി മാറ്റാൻ കഴിയുക. അപ്പോൾ ചെറുകിട ഇടത്തരം ഫാമുകളാണ് കൂടുതലായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. സാധാരണ 1-2 പശുക്കൾ വളർത്തുന്ന ആളുകൾക്ക് പുറമെ 10, 15, 20 പശുക്കളൊക്കെ വളർത്തുന്ന ഇടത്തരം ഫാമുകൾ ഈ അടുത്ത കാലത്തായി വളരെ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ലഭ്യമായ തീറ്റ വസ്തുക്കൾ കൃത്യമായ അനുപാതത്തിൽ ചേർത്ത് ഏറ്റവും സന്തുലിതമായ തീറ്റ ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇത് ലാഭകരമാക്കുന്നതിൽ ഏറ്റവും നിർണായകമായ ഘടകം. ആലക്കോട് ഗ്രാമപഞ്ചായത്തിലെ ശ്രീ ജോണി മാങ്കൂട്ടം, അദ്ദേഹത്തെ പോലെ നിരവധി ആളുകൾ ചെറുകിട ഇടത്തരം ഫാമുകളിലേക്ക് ഒരു സംരംഭം എന്നുള്ള നിലയിൽ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നാം കാണുന്നുണ്ട്. തീറ്റയുടെ കാര്യത്തിൽ കുറേയേറെ തീറ്റ വസ്തുക്കളെ യോജിപ്പിച്ച് പൊടിച്ചു ചേർത്ത് പുതിയ തീറ്റ മിശ്രിതം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്കാണ് ശ്രീ ജോണി തുടക്കം കുറിക്കുന്നത്. അപ്പോൾ അതുവഴി വർദ്ധിച്ചു വരുന്ന തീറ്റ ചെലവ്, ഇപ്പം നമുക്ക് പശു വളർത്തലിൽ ഏറ്റവും പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ തീറ്റയുടെ വില അനുദിനം വർദ്ധിച്ചു വരുന്നു. അത് ഈ അടുത്ത ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് 20% വർധനമാണ് കാലിത്തീറ്റയ്ക്ക് വന്നിട്ടുള്ളത്. തൊഴുത്തിന്റെ 2 വശങ്ങളിലും പുൽത്തൊട്ടി നിർമ്മിച്ച് പശുക്കളെ 2 വശത്തേക്കുമായി കെട്ടിയിരിക്കുന്നു. വൈക്കോൽ, CO3 പുല്ല് ഇവ 2 നേരവും കിട്ടും. CO3 പുല്ല് സ്വന്തമായി കൃഷി ചെയ്തിരിക്കുന്നു. വെട്ടിക്കൊടുക്കാനും തൊഴുത്ത് വൃത്തിയാക്കാനുമായി ഒരാളുടെ സഹായവും ജോണിക്കുണ്ട്. രാവിലെ കുളിപ്പിച്ച് തൊഴുത്ത് വൃത്തിയാക്കി കറവ ആരംഭിക്കും. കൈക്കറവയാണ്. അകിട് കഴുകി വൃത്തിയാക്കി ശുചിത്വം പാലിച്ചാണ് കറവ. രാവിലെയും ഉച്ചയ്ക്ക് 2 മണിക്കും പശുക്കളെ കറന്നെടുക്കും.
100 മുതൽ 120 ലിറ്റർ പാൽ വരെ ദിവസവും ലഭിക്കുന്നുമുണ്ട്. കറന്നെടുത്ത പാൽ അരിച്ച് ചെറിയ കന്നാസുകളിലാക്കി സ്വന്തം വണ്ടിയിൽ അടുത്തുള്ള മിൽമയിൽ എത്തിക്കും. 32 രൂപ നിരക്കിൽ വിലയും ലഭിക്കുന്നുണ്ട്. കറവ കഴിഞ്ഞ ഉടൻ പെല്ലറ്റ് വെള്ളത്തിലിട്ട് തീറ്റയായി ഓരോ പശുവിനും പ്രത്യേകമായി കൊടുക്കും. ഇതിന് 2 ഗുണമുണ്ട്. പശു കറവ കഴിഞ്ഞുടൻ കിടക്കാതിരിക്കാൻ ഇത് സഹായിക്കും. കറവ കഴിഞ്ഞ് പശു കിടക്കാനുള്ള സാഹചര്യമുണ്ടായാൽ പെട്ടെന്ന് ഇൻഫെക്ഷനാവുകയും അകിട് വീക്കം ഉണ്ടാവുകയും ചെയ്യും. കുളമ്പ് രോഗം തടയാനായി കുത്തിവയ്പ് എടുത്തിട്ടുണ്ട്. കുളിപ്പിക്കുമ്പോൾ നന്നായി കുളമ്പുകൾ കഴുകിവിടുക. തണുപ്പടിക്കാതിരിക്കാൻ റബ്ബർ ഷീറ്റ് തറയിൽ കൊടുക്കുന്നതും നല്ലതാണ്. പശുക്കിടാക്കൾ ഒന്നും ഇപ്പോൾ ഇവിടെയില്ല. 5-6 മാസമാകുമ്പോൾ വിൽക്കുകയാണ് പതിവ്. റബ്ബറിൻ്റെ വിലയിടിവ് കാരണം ഞാൻ ആദ്യമേ 2 പശു വാങ്ങിച്ചു നോക്കി. അത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അതുകൊണ്ട് വീണ്ടും ഒരു 5-6 മേടിച്ചു. ഇപ്പോൾ ഒരു 12 പശു എനിക്കുണ്ട്. അത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ദിവസം ഒരു 100 ലിറ്ററോളം വിൽക്കുന്നുണ്ട് പാല്. അത് ജീവ മിൽക്കിലും കൊടുക്കുന്നുണ്ട്. കാലക്കോട് മിൽമ, സർക്കാരിൻ്റെ മിൽമ അവിടെയും കൊടുക്കുന്നുണ്ട്. അത് വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ കാലിത്തീറ്റയുടെ വില കാരണം നമുക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അത് സ്വന്തമായിട്ട് ഞാൻ തുടങ്ങാനുള്ളൊരു താല്പര്യത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മെഷീനൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെഷീൻ അത് അടുത്ത മാസത്തേക്ക് തുടങ്ങാൻ പോവുകയാണ്. നമുക്ക് അധികമുള്ള സാധനം നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ, പശുവിന് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അധികമുള്ള സാധനം പുറത്ത് വിൽക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാറ്റും വെളിച്ചവും കയറി ഉണങ്ങിക്കിടക്കുന്ന തൊഴുത്ത് പശുക്കൾക്ക് രോഗബാധ കുറയ്ക്കും. ചാണകം പ്രത്യേകം തൊട്ടിയിലേക്ക് മാറ്റി ഉണക്കിയെടുക്കും. ഇത് ഇപ്പോൾ സ്വന്തം കൃഷിയിടത്തിൽ വളമായി ഉപയോഗിക്കും. റബ്ബറിന് മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന ജോണിക്ക് റബ്ബറിന്റെ വിലയിടിവ് മറ്റു മേഖലയിലേക്ക് തിരിയാൻ പ്രേരണ നൽകി. പശു വളർത്തലിലൂടെ ഭേദപ്പെട്ട വരുമാനം ജോണിക്ക് ലഭിക്കുന്നുണ്ട്. പാലിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കാനും സ്വന്തമായി കാലിത്തീറ്റ നിർമ്മിക്കാനും ജോണിക്ക് പരിപാടിയുണ്ട്. കാലിത്തീറ്റ നിർമ്മാണ യൂണിറ്റുകൾ വാങ്ങിക്കഴിഞ്ഞതായിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത്. കാലിത്തീറ്റ മറ്റ് ക്ഷീരകർഷകർക്കും വിൽക്കാൻ സാധിക്കുമെന്നും ഇദ്ദേഹം വിശ്വസിക്കുന്നു. സമീകൃത ആഹാരം വില കുറച്ച് ഉൽപ്പാദിപ്പിച്ച് ലാഭമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം. ഇടുക്കിയിലെ മറ്റ് ചെറുകിട ക്ഷീരകർഷകർക്ക് മാതൃകയാക്കാവുന്ന പ്രവർത്തനങ്ങളാണ് ജോണി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിമുട്ടിനനുസരിച്ചുള്ള പ്രതിഫലം കിട്ടുന്ന മേഖലയാണ് ക്ഷീരമേഖല എന്നതിന് ഒരു സംശയവുമില്ല. ഇടവെട്ടി ഫാർമേഴ്സ് ക്ലബിലെ മെമ്പറും പരമ്പരാഗതമായി തന്നെ കൃഷിക്കാരനുമാണ് സിമ്പിൾ ഒറ്റത്തെങ്ങുങ്കൽ. ഈ ചിങ്ങം 1 ഇവിടെ ആദരിച്ച കർഷകരിൽ ഇദ്ദേഹത്തിന്റെ അച്ഛൻ ജോസഫ് ഒറ്റത്തെങ്ങുങ്കലായിരുന്നു ഏറ്റവും പ്രായം കൂടിയ കർഷകൻ. സിമ്പിൾ ഇവിടെ 3 ഏക്കർ സ്ഥലത്ത് ഏത്ത വാഴ നട്ടിരിക്കുന്നു. ഈ വാഴകളെല്ലാം 1.5 വർഷം മുമ്പ് നട്ടതാണ്. ഒരു വിളവെടുപ്പ് കഴിഞ്ഞു. പിന്നീട് ചുവട്ടിൽ നിന്ന് മുളച്ചു വരുന്ന കരുത്തുള്ള കന്നുകൾ 1-2 നിർത്തി ബാക്കിയുള്ളവ വെട്ടിക്കളയും. ഈ വാഴക്കന്നുകൾക്ക് പരിചരണം നൽകി ഒരു പ്രാവശ്യം കൂടി ഇതേ സ്ഥലത്ത് തന്നെ വിളവെടുക്കും. ഇപ്പോൾ ഇത് 4 മാസം കഴിഞ്ഞു. ഡിസംബറിൽ വിളവെടുക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.
1000 ഏത്തവാഴയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. പുളിയമ്പെട്ടി, മേട്ടുപ്പാളയം വിത്തുകൾ വാങ്ങി നട്ടതാണ്. ആദ്യം നല്ല വിളവാണ് ലഭിച്ചതെന്നാണ് സിമ്പിൾ പറയുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു 3 ഏക്കർ സ്ഥലത്ത് ഒരു ഏത്തവാഴ 1000-ഓളം ഏത്തവാഴ വെച്ചിട്ടുണ്ട്. ഏത്തവാഴയുണ്ട്, പിന്നെ പൂവൻ വാഴ, ഞാലിപ്പൂവൻ എല്ലാം വെച്ചിട്ടുണ്ട്. ഏത്തവാഴ തന്നെ 1000 വാഴ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടവിളയായിട്ട് മഞ്ഞൾ, ചേന, ചേമ്പ്, കാച്ചിൽ ഇതെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വിളവെടുപ്പ് സമയമാകുമ്പം ഇത് ഇത്രയും ക്വാണ്ടിറ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ട് അത് വിളവെടുപ്പ് സമയത്ത് അതിൻ്റെ വിപണി കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഫാർമേഴ്സ് ക്ലബ്ബുമായിട്ട് സഹകരിച്ച് ഫാർമേഴ്സ് ക്ലബിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ സിബി സാറ്, ഞങ്ങളുടെ ഇവിടുത്തെ കൃഷി ഓഫീസർ സിബി സാറാണ്. സിബി സാറ് ഞങ്ങൾക്ക് വളരെ പ്രചോദനമായിട്ട് കൃഷിയെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരികയും അത് നമ്മുടെ സ്ഥലത്ത് വന്ന് എന്തെങ്കിലും രോഗങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ അത് കണ്ട് അതിന് രോഗപ്രതിരോധ മാർഗങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരികയും അങ്ങനെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് സാറിൻ്റെ സഹായം കൊണ്ട് കൃഷി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ വിപണി മാർക്കറ്റിംഗ് ആണ് പ്രശ്നമായിട്ട് വരുന്നത്. അതിന് ഫാർമേഴ്സ് ക്ലബിൻ്റെ ഒരു സഹായവും നമുക്ക് കിട്ടുന്നുണ്ട്. 1.5 അടി താഴ്ത്തി കുഴികുത്തി അതിൽ ജൈവവളം, കുമ്മായം ഇവ ഇട്ടുവെക്കും. അതിലേക്കാണ് സ്യൂഡോമോണാസ് ലായനിയിൽ മുക്കി ഉണക്കിയ വിത്തുകൾ വയ്ക്കുന്നത്. ആദ്യത്തെ 2 മാസം പിന്നെ വേറെ വളപ്രയോഗങ്ങൾ ഒന്നുമില്ല. മഴയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു നന ആവശ്യമായി വരും. കോഴിവളമാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. പിന്നീടുള്ള ഓരോ മാസവും ഓരോ ജൈവവളപ്രയോഗം ആവശ്യമാണ്. ഇങ്ങനെ 6-ാം മാസം വരെ തുടരും. 6-ാം മാസത്തിലെ വളത്തിൽ കുറച്ച് പൊട്ടാഷ് കൂടി ഇട്ട് കൊടുക്കും. ഒരു മാസം കൂടി കഴിഞ്ഞാൽ കുലച്ചു തുടങ്ങും. കുല വന്ന് 2 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പിന് സമയമാകും. ഇവിടെ ഡിസംബറിൽ വിളവെടുക്കുന്നതുകൊണ്ട് ഇനി നന ആവശ്യമായി വരുമെന്ന് തോന്നുന്നില്ല എന്നാണ് സിമ്പിൾ പറയുന്നത്. വിളവെടുപ്പ് കഴിഞ്ഞാൽ എല്ലാം വെട്ടിക്കളഞ്ഞ് അടുത്ത മെയ് മാസം ആദ്യം വീണ്ടും പുതിയ കൃഷി ആരംഭിക്കും. രാസകീടനാശിനികൾ ഒന്നും തന്നെ ഇതുവരെ പ്രയോഗിക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ജൈവ കീടനാശിനിയായ നന്മ, മേന്മ ഇവ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യാറുണ്ട്. എടവെട്ടി ഫാമേഴ്സ് ക്ലബ്ബ് 50 കർഷകരുടെ ഒരു കൂട്ടായ്മയായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ്. ഒരു വർഷം മുമ്പ് ഇതിൻ്റെ സംഘാടകരായ പ്രസിഡന്റ് ശ്രീ തോമസ് സാറ്, സെക്രട്ടറി വർക്കി പതിക്കാട്ടിൽ എന്നിവർ കൃഷിഭവനിൽ വന്ന് ഇങ്ങനെ ഒരു സംരംഭത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഞാനുമായിട്ട് സംസാരിച്ചു. ഒത്തിരി നല്ലൊരു ഐഡിയയായിട്ട് എനിക്ക് തോന്നി. കാരണം ഇടനിലക്കാരില്ലാതെ കർഷകരുടെ ജൈവ ഉൽപ്പന്നങ്ങൾ കർഷക വിപണിയിൽ സംഭരിച്ച് അവിടുന്ന് തന്നെ ജൈവ ഉൽപ്പന്നങ്ങളുടെ വിപണനം നടത്തി അതിൽ മിച്ചം വരുന്നത് മൂല്യവർദ്ധനവ്, വാല്യൂ അഡീഷൻ വരുത്തി ചിപ്സ്, മറ്റു പലഹാരങ്ങളാക്കി പാക്കറ്റിലാക്കി ഇവരുടെ തന്നെ ഔട്ട്ലെറ്റിലൂടെ കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ പ്ലാന്. അത് ഞങ്ങൾ ഒരു വർഷം മുമ്പേ പ്ലാൻ ചെയ്തു. അന്ന് മുതൽ തന്നെ ഇവരുടെ സ്വന്തം തോട്ടങ്ങളിലും ഫാമേഴ്സ് ക്ലബ്ബിലെ അംഗങ്ങളുടെ തോട്ടങ്ങളിലും അതേപോലെ ഇവർ പാട്ടത്തിനെടുത്ത 2 തോട്ടങ്ങളിലുമായി അവർ വാഴ, പച്ചക്കറി പോലെയുള്ള വിളകൾ കൃഷി ചെയ്തു. നല്ല രീതിയിൽ ഇനിയും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിനും അടുത്തുള്ള പഞ്ചായത്തുകളിലേക്കും തൊടുപുഴയ്ക്കാകമാനം ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറ്റപ്പെട്ടുകൊണ്ട് കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി
അവർ ചൂഷണത്തിന് വിധേയമാകാതെ ഏറ്റവും ലാഭകരമായ രീതിയിൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും ഒപ്പം തന്നെ നല്ല ഉൽപ്പന്നങ്ങൾ, ജൈവ ഉൽപ്പന്നങ്ങൾ കൺസ്യൂമേഴ്സിന് ലഭിക്കുന്നതുമാണ് ഞങ്ങളിതിലൂടെ ഉദ്ദേശിക്കുന്നത്. എടപ്പെട്ടി കൃഷിഭവൻ്റെ സാമ്പത്തിക സഹായം ഞങ്ങൾ ഇവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ കർഷക വിപണി എന്നുള്ള കമ്പോണൻറ്റിലൂടെ അതിനുള്ള നടപടിക്രമങ്ങൾ മുഴുവൻ ഞങ്ങൾ പൂർത്തിയാക്കി താമസിയാതെ തന്നെ അതിൻ്റെ സാമ്പത്തിക സഹായം അവർക്ക് ലഭിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വാഴയ്ക്കിടവിളയായി 150 ചുവട് ചേന കൃഷി ചെയ്തിരിക്കുന്നു. 300 കിലോ വിത്ത് ചേന ഇതിന് ആവശ്യമായി വന്നു. ചേനയും 4 മാസമായി. 2 മാസം കൂടി കഴിഞ്ഞാൽ ഇതും വിളവെടുപ്പിന് പാകമാകും. ചേനയും ജൈവവളം മാത്രം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. ചെറുതായി തടമെടുത്ത് ചാണകപ്പൊടി, എല്ലുപൊടി ഇവ ഇട്ട് മണ്ണിട്ട് മൂടും. സാധാരണയായി പിന്നീട് വളം ആവശ്യമായി വരാറില്ല. കളകൾ കൂടുതലായാൽ പറിച്ചു കളഞ്ഞ് തെരഞ്ഞുകൂട്ടും. ഇവിടെ കാടുവെട്ടി യന്ത്രം ഇതിനായി ഉപയോഗിക്കുന്നു. മഞ്ഞളും ഈ വാഴയുടെ ഇടവിളയായി നന്നായി വളരുന്നു. 200 കണ്ടം മഞ്ഞൾ ഇപ്പോൾ ഇവിടെയുണ്ട്. ഇതിനായി 150 കിലോ വിത്ത് മഞ്ഞൾ വേണ്ടി വന്നു. തറനിരപ്പിൽ നിന്ന് 1 അടി വരെ ഉയർത്തി തടം കോരി അതിൽ 6 ഇഞ്ച് അകലത്തിൽ ചെറിയ കുഴിയെടുത്താണ് മഞ്ഞൾ നടുന്നത്. നടുന്ന സമയത്ത് കുറച്ച് ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഇട്ടുകൊടുക്കും. 1 മാസം കഴിഞ്ഞ് സ്ലറി കലക്കി ഒഴിക്കും. മഞ്ഞളിന് 8 മാസം മൂപ്പാണുള്ളത്. ഇതിനിടയിൽ 3 പ്രാവശ്യം വളപ്രയോഗം വേണ്ടിവരും. 15 ഇരട്ടിയാണ് സാധാരണയായി വിളവ് ലഭിക്കുന്നത്. ഇദ്ദേഹം ഫാർമേഴ്സ് ക്ലബ് അംഗമായതുകൊണ്ട് വിപണനം ഒരു പ്രശ്നമാവുകയില്ല. എല്ലാ ഉൽപ്പന്നങ്ങളും ക്ലബ്ബ് സ്വീകരിക്കുകയും നല്ല വില കർഷകന് നൽകുകയും ചെയ്യും. 100 തടം കുറ്റിപ്പയറും ഇതിൻ്റെ കൂടെ കൃഷി ചെയ്തിരിക്കുന്നു. 2ഉം 3ഉം വിത്തുകൾ മുളപ്പിച്ച് നട്ടതാണ്. ഇതിനും ജൈവവളം മാത്രമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലാം കായ്ച്ചു തുടങ്ങി. ഉള്ള സ്ഥലം പരമാവധി പ്രയോജനപ്പെടുത്തി വിവിധ തരം വിളകൾ കൃഷി ചെയ്യുന്ന യുവ കർഷകനാണ് സിമ്പിൾ ഒറ്റത്തെങ്ങുങ്കൽ. അധ്വാനവും ശ്രദ്ധയും കൂടുന്നതനുസരിച്ച് വിളവും കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കും. അത് മുഴുവൻ വിറ്റഴിക്കാൻ ഇത്തരം ഫാർമേഴ്സ് ക്ലബ്ബുകൾ കൂടി ആയപ്പോൾ ഇവിടുത്തെ കർഷകർ സന്തുഷ്ടരാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാസകീടനാശിനി പ്രയോഗത്തിനെതിരെ സംസ്ഥാനതല പ്രചരണം. ഓണത്തിന് വിഷരഹിത പച്ചക്കറികൾ. പാലുൽപ്പന്ന നിർമ്മാണത്തിൽ പരിശീലനം.
വാർത്തകൾ വിശദമായി. കൃഷിയിടങ്ങളിൽ മാരക കീടനാശിനികൾ ഉപയോഗിക്കുന്നത് തടയാൻ കൃഷിവകുപ്പ് സംസ്ഥാനതല പ്രചരണത്തിന് തുടക്കം കുറിച്ചു. പ്രചരണ കാലയളവിൽ കൃഷിഭവനുകളുടെ ആഭിമുഖ്യത്തിൽ ചർച്ചാ ക്ലാസുകളും സെമിനാറുകളും സംഘടിപ്പിച്ച് രാസകീടനാശിനികളുടെ അമിത ഉപയോഗം വരുത്തുന്ന സാമൂഹ്യ ആരോഗ്യ വിപത്തുകളെയും ജൈവ സസ്യ സംരക്ഷണ മാർഗ്ഗങ്ങളെയും കുറിച്ച് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തും. ഇതോടൊപ്പം കീടനാശിനി വിൽപ്പനക്കാർക്കും നിർദ്ദേശം നൽകും. കേന്ദ്ര സർക്കാർ അംഗീകാരമില്ലാത്ത കീടനാശിനി വിതരണം ചെയ്യുന്നതും വിൽപ്പനയ്ക്ക് പ്രദർശിപ്പിക്കുന്നതും 2 വർഷം വരെ തടവും പിഴയും കിട്ടും വിധം ശിക്ഷാർഹമാണ്. കൂടാതെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് നിരോധിത കീടനാശിനി കൊണ്ടുവരുന്നതും ശിക്ഷാർഹമാണ്. കൃഷി ഓഫീസറുടെ ശുപാർശക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കീടനാശിനി വിൽപ്പന പാടുള്ളൂ. കൃഷി വകുപ്പിന്റെ അംഗീകാരമില്ലാതെ കൃഷിയിടങ്ങളിൽ നേരിട്ട് വിള പരീക്ഷണങ്ങളും ഡെമോൺസ്ട്രേഷനുകളും നടത്തുന്നതും അനുവദനീയമല്ല. ക്ഷീരവികസന വകുപ്പിന്റെ ധനസഹായത്തോടെ ഹൈബ്രിഡ് നേപ്പിയർ കടകൾ ഉപയോഗിച്ച് തീറ്റപ്പുൽ കൃഷി ചെയ്യാൻ താൽപര്യമുള്ള തൈക്കാട്ടുശ്ശേരി ബ്ലോക്കിലെ ക്ഷീര കർഷകർ തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസിൽ ബന്ധപ്പെട്ട രേഖകൾ സഹിതം അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷകർ കുറഞ്ഞത് 20 സെന്റ് സ്ഥലത്തെങ്കിലും കൃഷി ചെയ്യണം. കൂടാതെ സെന്റ് ഒന്നിന് 9 രൂപ രജിസ്ട്രേഷൻ ഫീസും ഉണ്ടായിരിക്കും. കൃഷിവകുപ്പ് ഓണത്തോടനുബന്ധിച്ച് വിഷരഹിത പച്ചക്കറികൾ ഫാം ഫ്രഷ് വെജിറ്റബിൾസ് എന്ന പേരിൽ ഉപഭോക്താക്കൾക്ക് നൽകുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, കുടുംബശ്രീകൾ, ഹോർട്ടികോർപ്പ്, VFPCK തുടങ്ങിയവയുടെ സഹകരണത്തോടെ കേരളത്തിലെ 1350 ചെറുകിട വിപണന കേന്ദ്രങ്ങളിലൂടെയാണ് വിഷരഹിത പച്ചക്കറികൾ വിതരണം ചെയ്യുന്നത്. ന്യായവില നൽകി കർഷകരിൽ നിന്നും കർഷക ക്ലസ്റ്ററുകളിൽ നിന്നും ശേഖരിക്കുന്ന ജൈവ നാടൻ പച്ചക്കറികൾ 30% വിലക്കുറവിൽ നൽകുന്നതിലൂടെ കർഷകർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ഗുണം ലഭിക്കും. ഓണസമൃദ്ധി പച്ചക്കറി വിപണന കേന്ദ്രങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം സെപ്റ്റംബർ 9 രാവിലെ 11:30 തിരുവനന്തപുരത്തെ പാളയം ഹോർട്ടികോർപ്പ് വിപണനശാലയിൽ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ നിർവഹിക്കും. മൃഗസംരക്ഷണ വകുപ്പിന്റെ പൊതുമേഖലാ സ്ഥാപനമായ പൌൾട്രി വികസന കോർപ്പറേഷൻ സെപ്റ്റംബർ 1 മുതൽ 13 വരെ കെപ്കോ റെസ്റ്റോറന്റിൽ ഓണസദ്യയും പായസമേളയും നടത്തുന്നു. ഓണസദ്യ നിരക്ക് 125 രൂപയാണ്. നേരത്തെ ബുക്ക് ചെയ്താൽ 2.5 കിലോമീറ്ററിനുള്ളിൽ സൌജന്യമായി എത്തിച്ചു കൊടുക്കും. വിവരങ്ങൾക്ക് വിളിക്കാവുന്ന നമ്പർ 9495 000915. കേരള വെറ്ററിനറി സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി ഡയറി സയൻസ് കോളേജും ഇന്ത്യൻ ഡയറി അസോസിയേഷനും സംയുക്തമായി പാലുൽപ്പന്ന നിർമ്മാണ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. നാളെ മുതൽ സെപ്റ്റംബർ 3 വരെ സർവകലാശാല ഡയറി പ്ലാന്റിലാണ് പരിശീലനം. രജിസ്ട്രേഷൻ ഫീസ് 750 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9498 447537. മറ്റൊരു നമ്പർ 9495 796738. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 9100 രൂപ, കോഴിക്കോട് 9900 രൂപ, തൃശൂർ 9200 രൂപ, കൊപ്ര കൊച്ചി 6205 രൂപ, കോഴിക്കോട് 6000 രൂപ, തൃശൂർ 6370 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 70000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 73000 രൂപ, ചുക്ക് മീഡിയം 16500 രൂപ, ചുക്ക് ബെസ്റ്റ് 18000 രൂപ, മഞ്ഞൾ സേലം 10000 രൂപ, മഞ്ഞൾ ഈറോഡ് 9800 രൂപ, കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 11500 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12700 രൂപ, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 11700 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12800 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 9100 രൂപ, കൊപ്ര 6205 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2100 രൂപ, പിണ്ണാക്ക് റോട്ടറി 2200 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 70000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 73000 രൂപ, ചുക്ക് മീഡിയം 16500 രൂപ, ചുക്ക് ബെസ്റ്റ് 18000 രൂപ, മഞ്ഞൾ നാടൻ 11500 രൂപ, അടയ്ക്ക പുതിയത് 17000-നും 18000-നും മധ്യേ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 210-നും 225-നും മധ്യേ, ജാതിക്ക തൊണ്ടില്ലാത്തത് 400-നും 450-നും മധ്യേ, ജാതിപത്രി 450-നും 850-നും മധ്യേ, ഗ്രാമ്പു 745 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 11500 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12700 രൂപ, ഒട്ടുപാൽ 7200 രൂപ, ലാറ്റക്സ് 7200 രൂപ. കമ്പോള അവലോകനം. ഏലക്ക വിളവെടുപ്പ് പുരോഗമിച്ചതോടെ സ്റ്റോക്കിസ്റ്റുകൾ കൂടുതൽ ചരക്ക് ലേലത്തിനിറക്കി. വണ്ടൻമേട്ടിൽ ഇന്ന് 73369 കിലോ ചരക്ക് വന്നതിൽ 69407 കിലോ ഏലക്ക ലേലം കൊണ്ടു. ശക്തമായ വരവിനിടയിലും ഉൽപ്പന്നം മികവ് നിലനിർത്തി. ഇന്ത്യൻ കുരുമുളക് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക്. ലഭ്യത ചുരുങ്ങിയതോടെ വാങ്ങലുകാർ ഗാർബിൾഡ് കുരുമുളക് 73000 രൂപയ്ക്ക് ശേഖരിച്ചു. ഉൽപ്പന്ന വില ക്വിന്റലിന് 3/4 ലക്ഷമായി ഉയരുന്നത് ഉറ്റുനോക്കുകയാണ് ഒരു വിഭാഗം കർഷകർ. പുതിയ റബ്ബർ ഷീറ്റ് വരവിനിടയിൽ ടയർ വ്യവസായികൾ നിരക്ക് വീണ്ടും കുറച്ചു. മുഖ്യവിപണികളിൽ 4ാം ഗ്രേഡ് കിലോ 128 രൂപയിലാണ്. നാളികേരോൽപ്പന്നങ്ങളുടെ വില താഴ്ന്നു. വെളിച്ചെണ്ണ വിറ്റഴിക്കാൻ മില്ലുകാർ നടത്തിയ നീക്കം വിപണിയെ തളർത്തി. ഇനി കാലാവസ്ഥ.
കണ്ണൂർ കൂടിയ താപനില 25.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.5 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 25.9, 23.5. കൊച്ചി 28, 23.4. ആലപ്പുഴ 27.8, 23.5. പുനലൂർ 29.5, 23.8. തിരുവനന്തപുരം 31.6, 24.2 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.